നമ്മളെല്ലാവരും ദിവസവും ഒരു പച്ചക്കറിയെങ്കിലും കൂട്ടി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ ഇതേപോലെ പച്ചക്കറിയിൽ നമുക്ക് തക്കാളി എങ്ങനെ നന്നായി വിളവെടുക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തക്കാളിയുടെ A to Z കാര്യങ്ങൾ. തക്കാളിയുടെ കാര്യം പറയുമ്പോൾ ചിലരൊക്കെ പറയും, അയ്യോ ഞങ്ങളെങ്ങും കൃഷി ചെയ്യാനില്ല, കാരണം നട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുപോലും കിട്ടത്തില്ല, അല്ലെങ്കിൽ എല്ലാം പൂവിടുന്നില്ല, അല്ലെങ്കിൽ കായ് വരുന്നില്ല, കായ് പിടുത്തത്തിന് മുരടിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇല ചീഞ്ഞു പോകുന്നു എന്നുള്ള എല്ലാ പരാതികളും തീർത്ത് ഇത് നല്ല രീതിയിൽ, അതായത് ഒരു കൊലയിൽ തന്നെ ഇതേപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തക്കാളി ഒടിഞ്ഞു പോകുന്ന രീതിയിൽ തക്കാളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നല്ല ടിപ്പുകളായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ എന്തെല്ലാം ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെന്തെല്ലാം കെയറാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ ഒരു ചെടി നടുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പോട്ടി മിക്സാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടി, ഇല്ലെങ്കിൽ ഇപ്പോൾ നിലത്താണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കരികില ഇട്ടതിന് ശേഷം കരികിലയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ മണൽ, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇവ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചാരം വിതറി കൊടുക്കും കേട്ടോ. അത് വേരുകൾക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാനാണ് ഈ ഒരു ചാരം കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ തൈകൾ നട്ടു കൊടുക്കുന്നത്. അല്ലെങ്കിൽ വിത്ത് പാകണമെങ്കിൽ ഒരു കുറച്ച് വിത്ത് നമ്മൾ പാകി മുളപ്പിച്ച് വേറൊരു പാത്രത്തിൽ മുളപ്പിക്കുക. അതിനുശേഷം ഈ ഒരു പോട്ടി മിക്സിലേക്ക് നട്ടു കൊടുക്കുക. ഇനി ഏകദേശം തൈ നട്ട് ഒരാഴ്ച നമ്മൾ തണലത്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ നല്ല സൺലൈറ്റ്, ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ സൺലൈറ്റ് ഉള്ള സ്ഥലത്തായിരിക്കണം ഈ ഒരു പ്ലാന്റ് നടാൻ. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും ഒഴിക്കണം, അതായത് ഡെയിലി നന്നായിട്ട് നനയ്ക്കണം. മുകൾ ഭാഗം മുതൽ താഴെ വരെ നനയ്ക്കണം. ഏകദേശം 8 മുതൽ 10 ഇലപ്പരിവാകുമ്പോൾ ആദ്യത്തെ വളപ്രയോഗം നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ വളപ്രയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് നമ്മുടെ അവലും തൈരും കൂടെ മിക്സ് ചെയ്ത്, അതായത് തലേദിവസം കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അത് ഞരടിപ്പിഴിഞ്ഞത് നന്നായിട്ട് വെള്ളം ചേർത്ത് ചെടികൾക്ക് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തളിച്ചു കൊടുക്കുമ്പോൾ മുകൾ മുതൽ താഴെ വരെ തളിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് മാസത്തിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, നല്ല കായ്പിടുത്തം ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇപ്പം ചിലരൊക്കെ പറയും, നമ്മൾ വെള്ളം നനയ്ക്കുമ്പം ഇങ്ങനെ ചെടിയുടെ ചോട്ടിൽ കെട്ടിക്കിടക്കുന്നു. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കണം. നല്ല നീർവാർച്ചയുള്ള നമ്മൾ പോട്ടി മിക്സ് ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തേതായിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ, സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ബനാന പീലൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് ചോറോ അങ്ങനെ എന്ത് വേസ്റ്റ് ആണെങ്കിലും, അടുക്കള വേസ്റ്റ് നന്നായിട്ട് കമ്പോസ്റ്റാക്കി അതിൻ്റെ സ്ലറി എടുത്ത് അതിൽ ഇതേപോലെ ഒരു കൈപ്പിടി ചാരം എടുത്തതിന് ശേഷം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒരു മാസത്തിൽ ചെടികൾക്ക് മാസത്തിൽ ഒറ്റ തവണ കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അനാവശ്യമായിട്ട് എന്താ പറയുക, കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയാൽ മതിയല്ലോ പച്ചക്കറികൾ. ഇതിപ്പോൾ വീട്ടിൽ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഇവയൊക്കെ തന്നെ ധാരാളം നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടും കേട്ടോ. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചെടികൾക്ക് മാസത്തിൽ ഒരു തവണ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള മുഖ്യ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ കീടങ്ങളുടെ ആക്രമണമാണ്. അതിനുവേണ്ടി വേപ്പെണ്ണയും അതുപോലെ തന്നെ വേപ്പെണ്ണയുടെ ഉള്ളിലോട്ട് ഒരു ലേശം വിനാഗിരിയും ഒരു ലേശം സോപ്പ് സൊല്യൂഷനും ഒഴിച്ച്, പിന്നെ വേണമെങ്കിൽ 2 or 3 വെളുത്തുള്ളി ചതച്ച് നമ്മൾ ഇട്ട് കൊടുത്ത് ആഴ്ചയിൽ 1 വീതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സോപ്പ് സൊല്യൂഷനൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൂക്കൾ വരുന്ന സമയത്താണ് ഒഴിക്കേണ്ടത്, അപ്പോൾ കീടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂക്കാലിപ്സിൻ്റെ അതിൻ്റെ തൈലം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വെള്ളീച്ചെടിയൊക്കെ ആക്രമണം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇനിയിപ്പം ഇതിനകത്ത് ഈ ഒരു ഡാർക്ക് കളർ സ്പോട്ട് പോലെയൊക്കെ വരുന്നത് കാൽസ്യം കുറവാണ്. അപ്പം നമ്മൾ കാൽസ്യം ടാബ്ലറ്റ്സ് ഒക്കെ പൊടിച്ച്, പഴയ കാൽസ്യം ടാബ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ച് കൊടുക്കുന്നതും പിന്നെ പഴത്തിലേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് പൊട്ടാസ്യം അതേപോലെ കാൽസ്യം ഒക്കെ ധാരാളം ഉണ്ട്. പിന്നെ മുട്ടത്തോട് നന്നായിട്ട് പൗഡർ ഫോമിലാക്കിയിട്ട് നമ്മൾ തക്കാളിക്ക് കൊടുക്കുന്നത് കാൽസ്യം കുറവ് നമുക്ക് പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെയുള്ള ടിപ്പുകൾ നമ്മൾ ചെടിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.